ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മഷ്റൂം ഫ്ലവർ ടൈപ്പിലുള്ള മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മഷ്റൂം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. ഇതിന് അത്ര ഫ്ലവർ ടൈപ്പിലുള്ള മഷ്റൂമിന് അത്രയും കട്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ആദ്യമേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ കുറേ പ്രാണികളൊക്കെ ഇത് കൂണ് ആയതിനു ശേഷം ഇതിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷാംശമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കൂണ് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, ഇത് ഒരുപാട് ചെറുതാക്കാതെ നോക്കുക. അപ്പോൾ ഇതിൽ കളയാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറുതാക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇത് കത്തി വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊക്കെ വെറുതെ കൈവച്ച് ഇങ്ങനെ ഇതാക്കി വേണമെങ്കിലും ഇടാം. അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് ആണ് കട്ട് ചെയ്തത്. ഇത്തിരി വലിയതാക്കി കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിയായിട്ട് കട്ട് ചെയ്യരുത്. ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അപ്പോൾ നമ്മൾ കഴുകാൻ ഒരു ഊറ്റുപാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് കഴുകുമായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ കൂണ് ഒരു ഊറ്റുപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ കഴുകിയതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ശരിക്ക് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കൈവച്ചൊന്ന് അമർത്തിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം നമ്മളുടെ മഷ്റൂം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്ത് വേണം നമ്മളുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മൂത്ത് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ മസാലയുമായിട്ട് മഷ്റൂം നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മഷ്റൂം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മഷ്റൂം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗരം മസാല ചേർക്കുന്നുള്ളൂ. അപ്പോൾ കറിക്ക് നല്ല സ്മെല്ലായിരിക്കും ഗരം മസാലയുടെ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ആദ്യം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ശരിക്കും എപ്പോഴും ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നന്നായിട്ട് നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും.
ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊഴിച്ച വെള്ളമൊക്കെ വറ്റി വളരെ തിക്ക് ഗ്രേവിയിൽ നമ്മളുടെ മഷ്റൂം മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.